നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അശോകത്തെയാണ്. ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും പുണ്യവൃക്ഷമാണ് അശോകം. ദുഃഖം അഥവാ ശോകത്തെ ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ടാണ് അശോകത്തെ ഇങ്ങനെ പറയപ്പെടുന്നത്. ഗർഭാശയബല്യ ഔഷധങ്ങൾ അഥവാ യൂട്ടറിൻ ടോണിക് എന്ന ഗണത്തിലാണ് അശോകത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലെഗുമിനേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെറേക്ക അശോക എന്നതാകുന്നു. സംസ്കൃതത്തിൽ ഇതിനെ ഹേമപുഷ്പ, താമ്രപല്ലവി, അശോകം എന്നൊക്കെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദക്ഷിണ ഭാരതം, ബർമ്മ എന്നീ സ്ഥലങ്ങളിലാണ് അശോകം കൂടുതലായി കാണപ്പെടുന്നത്. 6 മുതൽ 9 മീറ്റർ വരെ ഉയരത്തിലാണ് അശോകം വളരുന്നത്. നിരവധി ശാഖകളാണ് ഇതിനുള്ളത്. ഇതൊരു നിത്യഹരിത വൃക്ഷമാകുന്നു. ഇതിൻ്റെ ഇലയ്ക്ക് ഏകദേശം 30 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. പുഷ്പങ്ങൾ ഓറഞ്ച് നിറമുള്ളതാണ്. അത് കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ തോല്, അത് തവിട്ട് നിറം കൊണ്ടുള്ളതിൻ്റെ തോലും പിന്നെ പൂവുമാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായുള്ള ഭാഗങ്ങൾ. അശോകത്തിൻ്റെ ഔഷധമൂല്യത്തെക്കുറിച്ച് ആധികാരികമായി ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ സാർ വിശദീകരിക്കുന്നതാണ്. തൊടിയിലെ ചെടിയിലെ അശോകത്തെക്കുറിച്ച് ഇപ്പോൾ വിവരിച്ചു കഴിഞ്ഞല്ലോ. ആയുർവേദത്തിൽ വളരെയധികം ഉപയോഗപ്രദമായൊരു ചെടിയാണ് അശോകം. അശോകാരിഷ്ടം, അശോകഘൃതം, സുകുമാരയോഗം എന്നിവയിലെല്ലാം പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഈ അശോകം. പേര് സൂചിപ്പിക്കും പോലെ ശോകനാശനം, അതായത് ദുഃഖനാശനം, രോഗനാശനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ആർത്തവ ശുദ്ധിക്കാണ്. ഈ അശോകത്തിൻ്റെ തൊലി അല്ലെങ്കിൽ അശോകത്തിൻ്റെ വേര് ഇവയെടുത്ത് കഷായം വെച്ച് ലേശം തേൻ ചേർത്ത് കഴിച്ചാൽ ആർത്തവ തകരാറുകളെല്ലാം ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ആർത്തവം അധികമായി പോകുന്നതും ഒട്ടും പോവാത്തതും ക്രമീകരിക്കുന്ന ഒരു ഫലമാണ് ഈ അശോകത്തിനുള്ളത്. രണ്ടാമത്, ഈ അശോകത്തിൻ്റെ തൊലി അതുപോലെ അശോകത്തിൻ്റെ ഇലയൊക്കെ ഇട്ട് എണ്ണ മൂപ്പിച്ച് തേച്ചാൽ ഈ തൊലിയിലുണ്ടാകുന്ന ചൊറി, ചിരങ്ങ, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ കരപ്പൻ എന്നിവയ്ക്കൊക്കെ എല്ലാം വളരെ ഫലപ്രദമാണ്.